മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റെട്രോ മൂവിയെ കുറിച്ചാണ്. കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യ, ജോജു ജോർജ്, ജയറാം എന്നിവരൊക്കെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന സിനിമയാണ് റെട്രോ. ഈ വരുന്ന മെയ് 1 ഈ സിനിമ റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ റിലീസിനോടനുബന്ധിച്ച് തന്നെ കുറേ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിന്റെ ടീം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകും ഈ വീഡിയോയിൽ. ഫസ്റ്റിൽ തന്നെ നമ്മളൊരു കാര്യം പറയും, ഈ സിനിമ ഒരു റൊമാൻറ്റിക് മൂവിയാണെന്ന് പറഞ്ഞാണ് നമ്മുടെ കാർത്തിക് സുബ്രാജ് ആദ്യം ജസ്റ്റ് പറഞ്ഞിരുന്നത്. ഓവറായിട്ട് ഹൈപ്പ് ഒന്നും കൊടുക്കാതെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഈ ഒരു മൂവിയുടെ കാര്യങ്ങളെല്ലാം പുള്ളി പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം ഉടച്ച് തള്ളിക്കൊണ്ട് ഇപ്പോൾ ഇതിന്റെ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടുള്ള കെച്ച എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 20ഓളം ഫൈറ്റ് സീക്വൻസ് ഉള്ള സിനിമയായിരിക്കും റെട്രോ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞൊരു സംഭവമാണ്. പുള്ളിക്കാരൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏകദേശം 4-5 ഫൈറ്റുകളാണ് ഒരു സിനിമയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 20 ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഒരു ലവ് മാത്രമല്ല പടം. ഇതിന്റെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ലവ് ലാഫ്റ്റർ വാർ എന്നാണ്. അപ്പം ഇതിനകത്ത് എല്ലാം അടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലവിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിനകത്ത് വാർ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ സിനിമ നായികയായിട്ട് വരുന്നത് പൂജ ഹെഗ്ഡെയാണ്. അപ്പോൾ പൂജ ഹെഗ്ഡെ പറഞ്ഞിരിക്കുന്നത് പൂജ ഹെഗ്ഡെയുടെ കരിയർ ബെസ്റ്റ് റോളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നല്ല രീതിക്ക് തന്നെ ആക്ടിങ്ങിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണെന്നാണ് ഈ സിനിമയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ ഒരു കൊറിയോഗ്രാഫി, അതായത് ഡാൻസ് കൊറിയോഗ്രാഫി ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പം കനിമ സോങ് ഒക്കെയാണ് ഭയങ്കര റീച്ച് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സന്തോഷ് നാരായണനാണ് മ്യൂസിക്. കുറേ നാളിന് ശേഷമാണ് സൂര്യയ്ക്ക് ഒരു നല്ലൊരു ബെസ്റ്റ് ആൽബം കിട്ടുന്നത്. എല്ലാ സോങ്സും അടിപൊളി സോങ്സ് ആണ്. പ്രത്യേകിച്ച് ഇതാ വൺ എന്ന് പറയുന്ന സോങ് ഉറപ്പായിട്ട് തിയേറ്റർ ബ്ലാസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും. ഈ സിനിമയുടെ എഡിറ്റർ ആണെങ്കിൽ ഷെഫീഖ് മുഹമ്മദ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമയുടെ ഇന്റർവെല്, ഇൻട്രോ, ക്ലൈമാക്സ് ഇത് മൂന്നും എന്തായാലും നല്ല രീതിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിക്ക് ഒരു സംഭവമാണ്. പുള്ളിക്ക് ഇതിൽ ഇന്റർവെല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഇൻട്രോയുടെ കാര്യം പുള്ളി പറഞ്ഞിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻട്രോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പുള്ളി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ പറയുമെങ്കിലും ഭയങ്കര ഹൈപ്പ് കയറ്റുന്ന രീതിക്കൊന്നും അല്ല ഞാൻ പറയുന്നത്. ശരിക്കും പുള്ളിക്ക് ആ ഒരു ഇത് വായിച്ചപ്പം, ആ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ ആ ഒരു ഇൻട്രോ ആണെങ്കിലും അതിൻ്റെ ഇൻട്രോവൽ ആണെങ്കിലും ഭയങ്കര ഒരു പഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു കാർത്തിക് സുബ്രാജ് പടത്തിലെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന്. അപ്പം എനിക്ക് തോന്നി ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു നല്ലൊരു രീതിക്കത്തെ ട്വിസ്റ്റോ അല്ലെങ്കിൽ നല്ലൊരു രീതിക്കത്തെ ഒരു ആക്ഷൻ ബ്ലോക്കോ ഒക്കെ നിറഞ്ഞൊരു സംഭവം ആയിരിക്കും എന്നാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടുള്ള കെച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്, വില്ലനും നായകനുമായിട്ടുള്ള ഒരു ഫൈറ്റ്, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ ഒരു മെയിൻ സംഭവം തന്നെ ആയിരിക്കും ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ഈ സിനിമയുടെ ഒരു എല്ലാവരും പറയാൻ പോകുന്ന ഒരു സംഭവം. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സിനിമയിലാണ് 15 മിനിറ്റിൻ്റെ വലിയൊരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ആ സിംഗിൾ ഷോട്ടിനകത്താണെങ്കിൽ സോങ് വരുന്നുണ്ട്, നമ്മുടെ ഫൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡ്രാമ വരുന്നുണ്ട്. അങ്ങനെ കുറേ മിക്സഡ് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. അതവർ ഏകദേശം ഷൂട്ട് ചെയ്തത് ഒരാഴ്ച കൊണ്ടാണ്. അവരത് എടുക്കാനായിട്ട് നോക്കി ഒരാഴ്ച കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സാധനമാണത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു ക്ലൈമാക്സിനോടൊക്കെ അടുത്തായിരിക്കും ആ ഒരു സംഭവം വരുന്നത്. നമുക്ക് എന്തായാലും ഒരു വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പോകുന്നൊരു സിനിമ തന്നെ ആയിരിക്കും റെട്രോ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നടിപ്പിൻ നായകൻ സൂര്യയുടെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ ആയിരിക്കും റെട്രോ. കാർത്തിക് സുബ്രാജ് ഈ അടുത്തുള്ള എല്ലാ ആക്ടേഴ്സായിട്ടും ചേർന്നപ്പോൾ കിട്ടിയത് വലിയൊരു സിനിമ തന്നെയാണ്, നല്ലൊരു സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥയുള്ള, ഒരു ആക്ഷനുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലത്തെ സിനിമയാണ്. എന്തായാലും നമ്മുടെ സൂര്യയും കാർത്തിക് സുബ്രാജ് തിരിച്ചു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് വളരെ വലിയൊരു കാത്തിരിപ്പാണ്. നമ്മളും ഫാസ്റ്റ് ഷോ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇവരുടെ ഇതിൻ്റെ പ്രൊമോഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ലുലു മാളിലാണെങ്കിൽ 27-ാം തീയതി 7 മണിക്ക് ജയറാമും അതേപോലെ തന്നെ ജോജു ജോർജും സൂര്യയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ചുള്ള ഒരു ഹൈപ്പൊക്കെ കുറച്ച് നല്ല രീതിക്ക് വരും. കാരണം കങ്കുവയുടെ ഒക്കെ ഇത് കാരണം കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരും. എന്തായാലും പടം പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പാണ് കൊല തൂക്കായിരിക്കും തൂക്കാൻ പോകുന്നത്. തമിഴ് സിനിമ കണ്ടതിൽ ഏറ്റവും വലിയൊരു കമ്പാക്കും ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്ത് കാരണത്താലാണ് ഈ സിനിമയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.